ഹായ് ഹലോ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഡേ 1 കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഡേ 1. രാവിലെ 9 മണിയായപ്പോൾ ഡേ 2 വാട്ടർ ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. രാത്രി 9:30 ഞങ്ങളുടെ ഗൈഡ് വന്നിട്ട് പറഞ്ഞിരുന്നു ഇന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ആണെന്ന്. ആക്ച്വലി ഞങ്ങളുടെ ഏജൻസി തന്ന സ്കെഡ്യൂൾ അനുസരിച്ച് ഞങ്ങൾക്ക് ഇന്ന് സ്നോർക്കില്ലിങ്ങും സൈറ്റ് വിസിറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ അവരത് പറഞ്ഞു സ്കൂബയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, അതായത് അതർ ആക്ടിവിറ്റീസ് ആണ്, കയാക്കിങ്ങും വേറെ സൈറ്റ് സീയിങ് ആണ് രാവിലെ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി വന്നു കേട്ടോ. ഞാന് കയാക്കിങ്ങും അതുപോലെ തന്നെ സ്കൂബയും ചെയ്യാനാണ് റെഡിയായി വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കാറിൽ കയറി ഒരു 9 മണിയോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു. ദോശയും സാമ്പാറും ചട്നിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് അടുത്തുള്ളൊരു ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സ്പോട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്കൂബ ചെയ്യുന്ന ആൾക്കാരുടെ സൈനും, അതായത് നമുക്ക് വലുതും സംഭവിച്ച അവർ ഉത്തരവാദികളല്ല എന്നുള്ള രീതിയിലുള്ള സൈന് വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ ക്യാഷ് വന്നിട്ട് പെർ ഹെഡ് 3500 റുപ്പീസ് ആണ് സ്കൂബയ്ക്ക് വാങ്ങിച്ചത് കേട്ടോ. ഇവിടുന്ന് ഉൾക്കടലിലേക്ക് കപ്പൽ വരും, അതായത് കപ്പലല്ല സോറി ഒരു ബോട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. അതുവരെ മീൻവൈൽ നിങ്ങൾക്ക് കയാക്കിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം ഒരു ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓൾറെഡി ഉള്ളൊരു ടീംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 2 പേരുള്ളൊരു ബോട്ടായിരുന്നു. അവർ പിന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നു കേട്ടോ. അവർ പറഞ്ഞു കുട്ടികളെയൊക്കെ വേണമെങ്കിൽ ഇരുത്താം. ഞങ്ങൾ വിചാരിച്ചു ഇനി കുട്ടികളെയൊക്കെ കരയിലിരുത്തി ഓരോരുത്തരായിട്ട് പോയി ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് കുട്ടിയെ ബാക്കിലിരിക്കുന്ന ആൾ ഒന്ന് കംഫർട്ടബിളായി പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. കയാക്കിംഗ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിനെക്കാട്ടിലും മാൽദീവ്സിൽ എക്സ്പീരിയൻസ് ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കയാക്കിംഗ് ഒരു 10-20 മിനിറ്റ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ കുറെ നേരം ബീച്ചിൽ കളിച്ചിരുന്നു. ഫുള്ള് നല്ല കളിയായിരുന്നു, കാരണം മോൻ എന്തായാലും കളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങളതൊന്നും വീട്ടിൽ കളിച്ചിരുന്നു. അതിനുശേഷം ഒരു ബോട്ട് വന്ന് ഞങ്ങൾ അതിൽ കയറി. ഞങ്ങൾ സ്കൂബയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി കുറെ പേര് അവിടെ സ്കൂബ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഉള്ളിലേക്ക് ഞങ്ങൾ വന്നിരുന്നു. അതിനിടയിൽ കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഗ്ലാസ് ബോട്ട് പോലത്തെ റൈഡാണ് കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ആമയും മീനും ഒക്കെ കണ്ടിരുന്നു. ഒരു സ്ഥലത്ത് ആമയെ കണ്ടിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മീനിനെയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. ഗ്ലാസ് ബോട്ട് റൈഡിൽ കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. ഞാൻ എഗൈൻ പറയുകയാണ്, അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കടലിൻ്റെ നടുക്കാണെങ്കിലും കാര്യമായിട്ട് വെയിലൊന്നുമില്ല. ഈ ബോട്ടിൽ ഓൾറെഡി സ്കൂബ ചെയ്ത ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളാണോ അവസാനം വന്നത്. ഓൾറെഡി കുറേ പേര് സ്കൂബ ചെയ്യുന്നുണ്ടായിരുന്നു, അവരൊക്കെ ഇത് തിരിച്ചു പോവുകയാണ്. പിന്നെ വേറൊരു ടീംസ് ഈ സ്കൂബയുടെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഗൈഡുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അവർ വേറെ ടീംസ് ഉണ്ടായിരുന്നു. അവർ മൊത്തം ഇങ്ങനെ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ബോട്ടിൽ. അവരത് ചെയ്തിട്ട് അപ്പുറത്തൂടെ വേറെ സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു. ഞാനും ചെയ്യാന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് വന്നത്. എൻ്റെ ഫ്രണ്ട് ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ചെയ്യുന്നില്ല, മോളെ ഞാൻ നോക്കാം ഓരോരുത്തരായിട്ട് എന്നുള്ളത്. പക്ഷെ അവനും കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടായിരുന്നു, അവനും ചെയ്യണം കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഫ്ലോട്ടിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. എനിക്ക് വിചാരിച്ച അവന് പേടിയായിരിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല കേട്ടോ കാര്യം. ഇവർ ബാക്കി 4 പേരാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ 4 പേര് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഞാൻ റീൽസിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വല്ലാത്ത പ്രഷറും കാര്യങ്ങളും ഒക്കെയാണ് തോന്നിയത്. ഭയങ്കര കരച്ചിലല്ല, ഒരു എന്താ പറയുക തലകറക്കോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയോ എനിക്ക് വല്ലാതെ ക്ഷീണമായി പോയി കേട്ടോ. എൻ്റെ സ്കൂബയുടെ എക്സ്പീരിയൻസ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. മേ ബി ഞാൻ അടിയിലേക്കൊക്കെ പോയി, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി ഗൈഡ് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രഷർ വരും, നമുക്ക് പ്രഷർ വരുമ്പോൾ എന്ത് തരണം, നമ്മൾ പറയുന്നൊന്നും അവിടെ കേൾക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ഗൈഡ് തരുന്നുണ്ട്. അപ്പോഴും എനിക്ക് പേടിയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഞാൻ താഴെ ഇറങ്ങി എനിക്ക് ഇവരിങ്ങനെ വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് വല്ലാത്ത പേടിയും കാര്യങ്ങളും ആയിപ്പോയി. വല്ലാത്ത പ്രഷർ തന്നെ വന്നു പോയി കേട്ടോ. എന്താണെന്ന് അറിയില്ല എനിക്ക്. പിന്നെ അവർ കുറേ പറഞ്ഞു, നമുക്ക് അത്രയും മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ
തലവേദനയും തലയിലോട്ട് വല്ലാത്തൊരു സമ്മർദ്ദമൊക്കെ ഏർപ്പെടുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് വല്ലാത്ത പ്രഷറായിരുന്നു. അവർ പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ചിലപ്പോൾ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ കഫക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൈനസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാകും. നമുക്ക് ആ സൈനസിൻ്റെ തലവേദന വരില്ല, അതുപോലെയായിരുന്നു. ആദ്യം സന്ദീപേട്ടൻ പോയി, അതിനുശേഷം ഏട്ടൻ പോയി. അവരൊക്കെ നന്നായി കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു. ഏട്ടനും പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്തു എന്ന്. ഞാൻ താഴെ പോകുമ്പോൾ എനിക്ക് ആളുകളെ ഗൈഡ് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പ്രഷർ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ താഴോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നേരത്തെ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടായിരുന്നു കോൺഫിഡൻസ് ആയിരുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. കാരണം വെള്ളത്തിനോട് പേടിയോ കാര്യങ്ങളുള്ള ഒരാളായിരുന്നില്ല ഞാൻ. ആയിരുന്നു എനിക്കൊരു കോൺഫിഡൻസ്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ചില ആൾക്കാർക്ക് വെള്ളത്തിനോട് പേടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു പേടിയായിരിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലെങ്കിലും അടിയിൽ പോയി അതൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നല്ലോണം ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു അസൂയാണെന്നും കൂട്ടിക്കോളൂ വേണമെങ്കിൽ. അടുത്തുള്ളവരൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നല്ലോണം ഉണ്ട്. അറിയില്ല, ചിലപ്പോൾ ഇനി ഒരിക്കൽ കാണാം എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉള്ളിലേക്ക് അടിത്തട്ടിൽ പോയപ്പോൾ ഇതുപോലെ ഈ ഓക്സിജൻ സിലിണ്ടർ വെച്ച് ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടു. നല്ലൊരു വിഷ്വൽസ് തന്നെ ആയിരുന്നു. അത് മിസ്സായി. ഒരിക്കലും നിങ്ങൾ പേടിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചിലവർക്ക് നല്ലോണം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ചിലപ്പോൾ 10ൽ ഒരാൾ പോലെ എനിക്കായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഐ മീൻ 10ൽ ഒരാൾക്ക് പറ്റിയ പോലെ ആയിരിക്കും എനിക്കിതപ്പോൾ ഏട്ടനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതാണ്. ചിലവർക്ക് എയറിൽ പ്രഷർ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഏട്ടനുണ്ടായ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി നല്ലോണം അടഞ്ഞ പോലെയായിരുന്നു. 2-3 ദിവസം നല്ല വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റാണ് ഞാൻ ഇറങ്ങിയത്. ഇത് ഞാൻ സ്കൂബയ്ക്ക് ഇറങ്ങുന്ന സീനാണ് കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഇറങ്ങിയത്. കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ ആകെ മൊത്തം കോലാഹലമായി പോയി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കരയിലെത്തിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലായി പോയിട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഇതായിട്ടുണ്ടായിരുന്നു. കഴിക്കാതെ ഒന്നും വരരുത്, ഒരുപാട് കഴിച്ചു കഴിഞ്ഞിട്ടും ഗ്യാപ്പൊക്കെ ഇടണം ചെയ്യാൻ വരുന്നവർക്കൊക്കെ. കണ്ണിന് പവറുള്ളവർക്കൊക്കെ പവറുള്ള അവരുടെ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഞാൻ ഒരുപാട് എൻക്വയറി ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സ്കൂബ ചെയ്യണം എന്നുള്ളത്. അവരെന്നെ കാണുന്നുണ്ടോ ദൂരത്ത് എന്നുള്ളതൊക്കെ നോക്കുകയായിരുന്നു. അതൊക്കെ ചെയ്ത് പവറുള്ള ലെൻസൊക്കെ ഉണ്ട്. ഏറ്റവും ഇഷ്ടമായത് ഞാൻ സ്കൂബ കംപ്ലീറ്റ് ചെയ്തില്ല. നമ്മൾ ഓൾറെഡി പേ ചെയ്ത കാശ് വേറെ വല്ലവിടെയാണെങ്കിൽ തരുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഫുള്ള് കംപ്ലീറ്റ്ലി അവരെന്നെ ഒരുപാട് 10-20 മിനിറ്റ് എന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാശും അവർ റീഫണ്ട് ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യം കേട്ടോ. വേറെ എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്തു തരുന്ന. പക്ഷേ ഇവർ ചെയ്തു തന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ അവർ ഞങ്ങളോട് ഇൻഫോം ചെയ്തിരുന്നു, അതായത് ഏട്ടനോട് കേട്ടോ. എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. എന്താ സംഭവിച്ചെന്ന് പോലും പിന്നെ എനിക്കറിയില്ല. റൂമിൽ പോയി കിടന്നുറക്കമായിരുന്നു. ഞാൻ ഒരു ജ്യൂസ് എങ്ങനെയൊക്കെ കുടിച്ചു എന്ന് വരുത്തി കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ എൻ്റെ തലയൊന്ന് പൊങ്ങിയത് കേട്ടോ. ആ വ്യൂസ് ഒക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യരുത്. ഏട്ടൻ്റെ വിഷ്വൽസ് ആണ്, അവരുള്ളിൽ പോയി കണ്ട വിഷ്വൽസ് ഒക്കെയാണ്. എന്തായാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വണ്ടർഫുൾ ആയിട്ട് അവരുള്ളിൽ പോകുമ്പോൾ ഒന്നും തൊടാനും ഇതിനൊന്നും സമ്മതിക്കില്ല. ഫോട്ടോസ് അവർ തന്നെ എടുത്തരും, തന്നെ നമുക്ക് അയച്ചു തരും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തരും. നമുക്ക് പോകുന്നവരുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കും. തിരിച്ചു വന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു കാശ് തിരിച്ചു വാങ്ങിച്ചോളൂ എന്നുള്ള രീതിയിൽ അവരത് റീഫണ്ട് ചെയ്തു. ഈ മൊമെന്റ് ഭയങ്കരമാണ് കേട്ടോ. ഞാൻ എന്നിട്ട് തിരിച്ചു കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് സ്കൂബ ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എപ്പോഴാ വീടെത്തുക എന്നുള്ള രീതിയിൽ ഞാനൊരു കിടത്തം കിടന്നാണ്. ഇതിനിടയിൽ ഞാൻ 2 വർഷം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ലക്ഷദ്വീപിലെ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അതുവരെയ്ക്കും ബൈ.